നമ്മള് അങ്ങനെ റിയാദ് സൂ കണ്ട് കണ്ട് മടുത്ത ഞങ്ങൾ മൈസൂർ സൂ കാണാൻ വന്നിരിക്കുകയാണ് ഗൈസ്. വെൽക്കം ടു മൈസൂർ സൂ. ഹലോ ഹലോ, വെൽക്കം ടു മൈസൂർ സൂ. ടിക്കറ്റ് എടുക്കാൻ പോവാണ്. നമ്മൾ രണ്ടായിട്ടല്ലോ. യെസ്. നെക്സ്റ്റ് ഇങ്ങനെ നമ്മൾ മൈസൂർ സൂവിന്റെ ഉള്ളിലേക്ക് കയറി. നമ്മൾ എൻട്രൻസിൽ തന്നെ ഫസ്റ്റ് കിളികളും അതാ സാധനം നോക്ക്. അതിൻ്റെ ഉള്ളിലൊക്കെ ഒരു സാധനം കാണാണ്ടോ? വേയാമ്പൽ അതന്നെ വലുതില്ലേ, മല വേയാമ്പൽ. അവിടെ ഇതാണ് വെള്ളമയില്. വെള്ളമയില് കാണാൻ വലിയ ലുക്കൊന്നുമില്ല അല്ലേ? ലുക്കൊന്നുമില്ല, ഒരു അതാണ് സായിപ്പ് മയിൽ. അതിന്റെ പീലൊക്കെ കണ്ടോ? അപ്പുറത്തേതാ അതിന്റെ എടുത്തിക്കണ് രണ്ടുണ്ട്. വെള്ളമയിൽ. ഇതാണ് നമ്മുടെ നാട്ടിലെ ഒറിജിനൽ മയിൽ, നാടൻ മയിൽ. ഇത് ബ്രോയിലർ കൊക്കാണ്, നല്ല തണ്ടു തടിയുള്ള കൊക്ക് കണ്ടോ, എന്താ സൈസ്. താഴത്തിന് കാണാൻ ഭംഗി. നമുക്കറിയില്ല ഈ സാധനം. അതെ, നോക്കുന്നുണ്ട് പാവം അല്ലേ, കുറച്ച് പ്രായമായതാണ്. ഇവിടെ കോഴിയൊക്കെ ആണെങ്കിലും കുറച്ച് വെറൈറ്റി ഉണ്ട്, നല്ല ഒരു എന്താ പറയാ ലുക്ക് ഉണ്ട്. മഞ്ഞ കോഴിനെ കാണിച്ച് കണ്ടോ, നല്ല വാലുള്ള. അത് കിളിയാ കോഴിയാ? അടിയിലാണ് നല്ല തത്ത പോലത്തെ കോഴികള്. ഇവിടെ കയറിയപ്പോ നമുക്ക് പലതരം ശബ്ദങ്ങളും അവരുടെ സംഭാഷണങ്ങളൊക്കെ കേൾക്കാനിടയായി. അത് ഫുള്ള് തത്തള, നല്ല വലിയ വലിയ തത്ത, ഓരോന്നും 2-3 കിലോ ഉണ്ട്. ഇതെല്ലായിടത്തും വിൽക്കാനും തൂക്കി കൊടുക്കാനും പോവുക. തത്ത എങ്ങനെ പറയണേ? അണ്ണാരക്കണ്ണൻ ഇവിടെ ഇങ്ങനെ പെട്ടുപോയതാണ് തത്തന്റെ വീട്ടില് കണ്ടോ. തത്തല്ല ചൊറിഞ്ഞും കൊണ്ടിരിക്കണേ. എന്താ തത്ത എന്താ പറയണു? പോന്നാ എങ്ങനെ സൗണ്ട് ഉണ്ടാക്കണേ? തനത്തിന്റെ ഇടയിൽ നമുക്ക് പലതും കാണാനുണ്ടാവുന്നുണ്ട്. ഇവിടെ 2 കപ്പിൾസ് പോലീസിലേക്ക് ഇടപെടുന്നില്ല, നമുക്ക് കടക്കാം. യെസ്, നമ്മൾ ഇനി പോകുന്നത് ടൈഗർ സോൺ. ടൈഗർ ഡ്രസ് ഉണക്കാത്ത പോലെ കിടക്കുന്നതാണ് ഒരു പുലി. പുലിയല്ല, ഇതിന്റെ ലിയോപാർഡ്. അതാണ് ഇതിന്റെ ഫാമിലി നെയിം. സിലോ, പുലി എവിടെ? ആ, ബായ് ആണല്ലോ. ഇതാണ് ഞങ്ങളുടെ പുലി. സി യു പറയും. ഒളിച്ചിരിക്കാണ് പോയി. ആ ഒളിച്ചിരിക്കുന്ന കടുവയെ കാണാനാണ് ഇത്രയും ആൾക്കാര്. ഇതാണ് കാട്ടിലെ രാജാവ് സിംഹം. ചിമ്പാൻ. ഇതിന്റെ പ്രത്യേകത എന്താ വെച്ചാൽ പെൺസിംഹം അപ്പുറത്തെ കൂട്ടിലാണ്. അതായത് മനുഷ്യന്മാരെ പോലെ തന്നെ ആൺസിംഹം പെൺസിംഹം ഒരുമിച്ചുണ്ടായാലും കച്ചറയായിരുന്നു. അതാണ് അതെന്താ അങ്ങനെ? അങ്ങനെ ആയിരിക്കും, സിംഹങ്ങളും മനുഷ്യന്മാരെ പോലെയാണ് ആ ഒരു കാര്യത്തില്. പാവ സിംഹം കണ്ടോ, അതിന്റെ ഇണയെ തേടി നിക്കാണ് ഡോറ് തുറക്കാൻ. അപ്പുറത്ത് കിടക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. പോലെ നേരിട്ട് കാണുമ്പോ ഉണ്ടാവില്ല, നേരിട്ട് കണ്ടാ കടിച്ച് കീറായിരിക്കും. ജെൻസിനെ പോലെ, നമ്മൾ മനുഷ്യന്മാരെ പോലെ. ഇത് കണ്ടോ, അതിന്റെ പെണ്ണ് നമ്മൾ നേരത്തെ കണ്ട ആൺസിംഹത്തിന്റെ പെണ്ണിണകൾ. ഇണകൾ കുറെ പെണ്ണുങ്ങളുണ്ട്, 1, 2, 3 എണ്ണം ഉണ്ട്. സിംഹങ്ങൾക്ക് അങ്ങനെയൊക്കെ ആവാം, പക്ഷെ മനുഷ്യന്മാർക്ക് അങ്ങനെ പറ്റൂല. നമുക്ക് ഒന്നിനെ തന്നെ സഹിക്കൂല. പറ്റൂല പറയും. ദിസ് ഈസ് മെരു. നെക്സ്റ്റ് നമ്മൾ ഗോറില്ലയെ കാണാൻ പോവുകയാണ്.
തൊടാതെ ചിമ്പാൻസി ഇതോ ഇതാണ് ചിമ്പാൻസി. ആണോ? ആണോ? അല്ലെങ്കിൽ ആരെങ്കിലും വീഡിയോ തിരുത്തിക്കോളും. എന്തോ കാര്യമായിട്ടിരുന്ന് തിന്നു. അതിന്റെ കയ്യിലെന്താ? പുല്ലൊന്നല്ല, എന്താ വണ്ടൊക്കെ. ടെൻഷനെ പോണുണ്ടല്ലേ? അതെടുക്ക നടന്നു പോണേ. കാണാനില്ല. എംസി വന്നോക്കണം, ഇങ്ങോട്ട് വായോ, തെറ്റിപ്പോവല്ലേ. എന്ത് ഗൊത്തിക്കില്ലേ? ഗോറില്ല ഗോറില്ലാന്ന് പറഞ്ഞ അതാരാ? മമ്മേ? അബ്ബ അബ്ബ മമ്മി ഗോറില്ലാന്ന് പറഞ്ഞ അത് വെള്ളം കുടിക്കാൻ പോയിക്കാണ്. തലയിൽ നോക്കി കൊടുക്കണം അല്ലേ? ഇവരൊക്കെ ഭയങ്കര ചിന്താവിഷ്ടരായിട്ടിരിക്കുകയാണ്. കാണാൻ തന്നെയല്ലേ അവിടെ ഒരു മനുഷ്യ ഇരിക്കണ പോലെ ഉണ്ട് അല്ലേ? കുറച്ച് കറുത്തിട്ടാണ്, അതാണ് കാണാത്ത. കാല കയ്യൊക്കെ വെച്ചിട്ട് ഇതെന്താ മറ്റേ ഇതിരിക്കണ തപസ്സിരിക്കണ പോലെ അല്ലേ? ഒരു ഗോറില്ലനെ കണ്ടപ്പോ പിന്നെ കാണുന്നതൊക്കെ ഗോറില്ലനായിട്ടാ തോന്നുന്നു. കുട്ടികളാ? അതിന് അതിന്റെ കുട്ടികളാണേ. ഹിപ്പോപ്പൊട്ടാമസ്. നെക്സ്റ്റ് നമ്മൾ സീബ്ര. സീബ്ര നമ്മളെയും വിട്ട് ഒരുപാട് അകലെയാണ്. കാട്ടിൽ പോവാം. അങ്ങോട്ടും സ്ലൈഡ് ചെയ്യുന്നുണ്ട്. കളികളിലാണ് രണ്ടാളും. That's why they have long arms. Yes. That's why they have long arms. രണ്ടാളും നല്ല കളിയിലാണ്. ഒറ്റക്കൊരു പ്രായമായ കുറച്ച് പ്രായമായ ഒരു ഒറാങ്കുട്ടൻ. കുട്ടാ കുട്ടാ ഒറാങ്കുട്ടൻ നോക്കുന്നില്ല. ഹലോ ഹലോ ബൈ. ഇധർ ദേക്കോ, നോക്കിക്ക, ഒന്ന് നോക്കിക്ക. ഒറാങ്കുട്ടാ വിളിച്ചാ കന്നഡി കണ്ടോ? അതാണ് കരടി. കരടി കറുത്ത കരടി. കൊറേ ഉണ്ട് ഇതിന്റെ ഇടയിൽ കൂടെ ഒക്കെ നീച്ചിരുന്നേ. മാൻ നമ്മൾ കണ്ട് കിടക്കും മടുത്ത്. പുള്ളിയുള്ള മാൻ, ഇത് പുള്ളി ഇല്ലാത്ത മാൻ. രണ്ടിനും കൊമ്പുണ്ടല്ലോ. ഇതാണ് സ്ട്രിപ്പഡ് വെന. സ്ട്രിപ്പഡ് വെന മലയാളം എന്താ വെച്ചാൽ എനിക്കും അറിയില്ല. മാനുകൾക്കിടയിലൂടെ നടക്കുന്ന ബിനു. ഇത് വേറെന്തോ വെറൈറ്റി സാധനം, ആട് പോലെ ഉണ്ട്. ഓരോ കൂട്ടർ വെറൈറ്റി ഐറ്റംസ്. ഇവിടെ ഒരു കാട്ടുപോത്തുണ്ട്, അവിടെ ഒരുപാട് കാട്ടുപോത്തുണ്ട്. ഇവിടെ ഒരു നാടൻ പോത്തുണ്ട്. ഇവിടെ ഒരുപാട് ആനകളുണ്ട്. എല്ലാ ആനയും ചളി പിടിച്ച് കിടക്കാണ്. വൃത്തിമെടുപ്പില്ലെങ്കിൽ നമ്മൾ പറയണ്ടേ. എന്താ സിലോ? ആന. This is Gaur. ഇതാണ് ഏഷ്യൻ ആന. നേരത്തെ കണ്ടത് ആഫ്രിക്കൻ ആന. അല്ലാന്നുണ്ടെങ്കിൽ നേരത്തെ കണ്ടത് ഏഷ്യൻ, ഇത് ആഫ്രിക്കൻ. ഓക്കെ. പിന്നോ എനിക്ക് തോന്നുന്നതേ മറ്റേതാ എൻ്റെ അതേപോലത്തെ കഴുത. ചാടില്ല. Ready? 1, 2, 3, start.
ചാടാൻ വിചാരിച്ചിട്ടില്ല. ചാടും ഇപ്പം ചാടും. പേടിയാണ്. മമ്മിനെ കാണാൻ എത്തി, പക്ഷേ തിരക്കൊണ്ട് ഒന്നിനും കാണാൻ പറ്റും തോന്നുന്നില്ല. കാലൊക്കെ പൊക്കി നിൽക്കുന്ന കണ്ടോ? അങ്ങനെ കണ്ടോ? ഫ്ലാഷ് ഓണാ? നമുക്ക് പോണല്ലോ. വെള്ളത്തിൽ കിടക്കുന്നതാണ് അനാക്കൊണ്ട. ഇപ്പൊ എല്ലാരും പറയും അനാക്കൊണ്ടൊക്കെ വംശനാശം സംഭവിച്ചിരിക്കുന്നു. ആണോ? വെള്ളത്തിൽ കിടക്കുന്നുണ്ടോ അനാക്കൊണ്ടയാ? വേറെ സംഭവം വെള്ളത്തിൽ സാധനം എന്തോ ഇര വിഴുങ്ങി കിടക്കണ പോലെ ഉണ്ട്. അടിയിലുണ്ട് കേട്ടോ, അതിൻ്റെ ഉള്ളിലുണ്ട്. ഇതാണ് ഹിപ്പോപ്പൊട്ടമസ്. നേരത്തെ കണ്ടത് ശരിക്കും റൈനോസർ ആയിരുന്നു, ചെറിയ തിരുത്തുണ്ട്. ഇതാണ് ഹിപ്പോപ്പൊട്ടമസ് അല്ലേ? മുതല ബിനോ, മുതലാണ് അല്ലേ? അടുത്ത് കിടക്കുന്നുണ്ട്. ഇതെന്താണ്? മുതലേ നീ എന്താണ് സിലോ? അതവിടെ തല്ലുവിടുന്നു, അവിടെ രണ്ടാൾ തല്ലുവിടുന്നു. ഇതൊക്കെ കടലിന്റെ അവിടെ നിന്നാണോ സ്ഥലം നല്ലതിനോ? ഇതാണ് എന്താണ് എന്തൊക്കെയോ ആമകൾ, പലതരം ആമകളുണ്ട്. ഉടുമ്പേ ജഫർ ജിറാഫ്, ജറാപ്പൂഞ്ചിന്ന് ജിറാഫ് കണ്ടോ? ആൾക്കാര് കണ്ടോ? പറഞ്ഞ ജിറാഫ് ആൾക്കാര് കണ്ടോ? ജിറാഫ് 1 2 1 2 3 എടുക്കണ്ടടാ. 2 3 എനിക്കാ 1 2 ആൾക്കാര് കണ്ടോ? മക്കിയല്ല ജിറ. അപ്പൊ നമ്മള് മൈസൂർ സൂവും കണ്ടു തീർത്തിട്ടുണ്ട്. അപ്പൊ റിയാദ് സൂവില് പാമ്പില്ല, ഇവിടെ പാമ്പുള്ളൂ എന്ന് പറഞ്ഞിട്ടാണ് ഒരാൾ ഇങ്ങോട്ട് എന്തായാലും കയറണമെന്ന് പറഞ്ഞത്. അപ്പൊ അങ്ങനെ പാമ്പിനെയും കണ്ട് ബാക്കിയെല്ലാം നമ്മൾ കണ്ടു. പാമ്പിന്റെ വീഡിയോ ഒക്കെ ഉണ്ടോന്ന് അറിയില്ല, കാരണം ഫുള്ള് ഇട്ടായിരുന്നു പാമ്പിന്റെ അവിടെ, നല്ല തിരക്കുമായിരുന്നു. വേറെ വ്യത്യാസമൊന്നുമില്ല, സൗദിയിൽ ഇവിടുത്തെ ഒരേപോലത്തെ മൃഗങ്ങൾ തന്നെയാണ്. അത്രേ ഉള്ളൂ. സൗദിനെ പൊക്ക കൈ